സീത്തു സോൾട്ട് ആൻഡ് പെപ്പർ. നമുക്ക് ഇന്നിവിടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയാക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു മീഡിയം സൈസിൽ പഴുത്തിട്ടുള്ള 4 ഏത്തക്ക എടുത്തിട്ടുണ്ട്. 4 അല്ല 3 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊരു 4 to 5 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് വേണ്ട ഫില്ലിങ്സിന് വേണ്ട കോക്കനട്ട്, കാഷ്യൂ, റൈസിൻസ്, ഷുഗർ, ഇത്തിരി കാടമ പൗഡറും കൂടി എടുത്തു വെക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള പഴം അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഓവറായിട്ട് വേവണ്ട, ഓവർ പഴുത്ത പഴവും എടുക്കാൻ പാടില്ല. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് നമുക്കിതൊക്കെ തോലൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ നാര് പോലെയുള്ള സാധനമൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എല്ലാ പീസ് പഴവും നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ നടുക്ക് നമുക്ക് ഈ പഴത്തിൻ്റെ നടുക്ക് കുറച്ച് സീഡ്സ് കാണാം, അതും കൂടി നമുക്ക് ഒഴിവാക്കി കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് ഈ സീഡ്സും കൂടി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എല്ലാ പീസും നമുക്ക് അതുപോലെ വൃത്തിയാക്കി മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുമ്പോൾ കട്ട പോലെ ഇരിക്കും, അത് മുഴുവനായിട്ട് ഉടഞ്ഞു കിട്ടില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ ഈ സീഡ്സൊക്കെ ഒഴിവാക്കി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു സാധനം കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിവിടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യിൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ പീസാക്കി വെച്ചിട്ടുള്ളതാണ്, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം, ഉണക്കമുന്തിരി. ഇതും ഇതിനകത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് കോക്കനട്ട് കൂടി ചേർത്ത് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഷുഗർ ലാസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, ഏലക്ക ഇത്തിരി ഷുഗർ ചേർത്ത് മിക്സ് ചെയ്താണ് പൊടിച്ചത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഏലക്ക പൊടിച്ചെടുക്കാം. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായി വറുത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഫില്ലിങ് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ സ്മാഷ് ചെയ്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് നമുക്കിതുപോലൊരു കുഞ്ഞു പത്തിരി പോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഒരു ഉന്നക്കായ ഷേപ്പിലാക്കി നമുക്കിതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇത് കയ്യിലൊട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണ തടവിയിട്ട് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കില്ല. ഇതുപോലെ നല്ല ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി വെക്കാം. ഞാൻ എല്ലാം ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ മതി. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം, റോൾ ചെയ്ത് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഫില്ലിങ്സും വെന്തിട്ടുള്ളതാണ്. അത് ഒന്ന് കളർ കിട്ടാൻ വേണ്ടി നല്ല ഒരു ലൈറ്റ് കളറിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഓവർ വേവ് ഒന്നും വേണ്ട. എല്ലാ ഭാഗവും ഇതുപോലെ ഒരേപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാം ഞാൻ ഇതേ ഷേപ്പിലാക്കി നമ്മൾ നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ലോ ഫ്ലെയിമിലാണ്, മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching my video.
ബായ്.